Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ട്രൂക്കിന്റെ ഒരു TWS ആണ്. ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് ട്രൂക്ക് അവകാശപ്പെടുന്നത്. അപ്പോൾ ട്രൂക്ക് ബഡ്സ് A1 ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ ആക്ച്വൽ വില എന്ന് പറഞ്ഞാൽ 1499 രൂപയാണ്. പക്ഷേ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 1299 രൂപ, അതായത് 1300 രൂപയ്ക്ക് മാർച്ച് 3 വരെ 1300 രൂപയ്ക്ക് ANC ഉള്ള ഒരു TWS ആണ്. അപ്പോൾ മോസ്റ്റ് അഫോർഡബിൾ TWS വിത്ത് ANC എന്നാണ് ട്രൂക്കിൻ്റെ അവകാശവാദം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിൽ. അപ്പോൾ നമുക്ക് കാണാം ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ANC ഉണ്ട്. അപ് ടു 30 dB വരെ നോയ്സ് ക്യാൻസൽ ചെയ്യും. 3 പ്രീസെറ്റ് ഈക്വലൈസർ മോഡ്, ഡൈനാമിക് ഓഡിയോ, ബേസ് ബൂസ്റ്റ്, മൂവി മോഡ്, അങ്ങനെ 3 ഓപ്ഷനാണ് വരുന്നത്. പിന്നെ 48 hours ഓഫ് മ്യൂസിക് പ്ലേ ബാക്ക്, പിന്നെ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡും ഉണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ആംബിയൻറ്റ് ട്രാൻസ്പാരൻസി മോഡ് ഉണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനുള്ള പോലെ തന്നെ ട്രാൻസ്പാരൻസി മോഡ് ഉണ്ട്. ക്വാഡ് മൈക്രോഫോൺ ഉണ്ട്, ANC വേണ്ടിയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ, അത് കോൾസ് ഒക്കെ വിളിക്കുമ്പോൾ ഉള്ള നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ക്വാഡ് മൈക്രോഫോൺ, ക്വാഡ് മൈക്ക് ANC. പിന്നെ ഇൻസ്റ്റൻറ്റ് പെയറിംഗ് ആണ്. 10mm ടൈറ്റാനിയം സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവേഴ്സ്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു ചാർജിങ് കേസ്, സ്മോൾ, ലാർജ്, മീഡിയം ബഡ്സ്, ടൈപ്പ് C ചാർജിങ് കേബിളുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് TWS ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ട്രൂക്കിൻ്റെ ബഡ്സ് A1 എന്ന് പറഞ്ഞ TWS. ഇവിടെ നമുക്ക് കാണാം ട്രൂക്കിൻ്റെ ബ്രാൻഡിങ് കാണാം. ഒരു എന്താ പറയുക, ഒരു സർക്കുലർ ലേ ഔട്ടാണ്, സർക്കുലർ അല്ല, റെക്റ്റാങ്കുലർ ലേ ഔട്ടാണ്. എഡ്ജസ് എല്ലാം കേർവ്ഡ് ആയിട്ട് അതിനകത്താണ് ട്രൂക്ക് എഴുതിയത് കാണാം. പിന്നെ ഇവിടെ താഴെ നമുക്കൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, റെഡ് കളർ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നല്ലൊരു കേസാണ്, കുഴപ്പമില്ലാത്ത ഒരു ഫിനിഷാണ്. താഴെ USB Type C പോർട്ടും പെയറിംഗ് ബട്ടനും ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അത്രയ്ക്കൊരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു മാറ്റ് ഫിനിഷാണ്. കേസിൻ്റെ എന്താ മാഗ്നറ്റിക് മെക്കാനിസം അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയാം. ട്രൂക്കിൻ്റെ ബ്രാൻഡിങ് കാണാം. തുറക്കുമ്പോൾ നമുക്ക് TWS ആണ് കാണുന്നത് പുറത്ത്. TWS ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രീതിയിലാണ് ചാർജിങ് ഓപ്ഷനും കാണാം. അപ്പോൾ അത്യാവശ്യം കേസ് നല്ല ക്വാളിറ്റിയുള്ള കേസാണെന്ന് പറയും. ഒരു ബഡ്ജറ്റ് TWSന് വേണ്ട ഒരു ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ TWSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ട്രൂക്ക് എഴുതിയത് കാണാം. മൈക്രോഫോൺ കാണാം, മുകളിലും താഴെയും ഓരോരോ മൈക്രോഫോൺ കാണാം. അപ്പോൾ അങ്ങനെ മൊത്തം 4 മൈക്രോഫോൺസ് ആണ് ഉള്ളത്. ക്വാഡ് മൈക്രോഫോൺസ് ആണ്. ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. താഴെ ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ ക്രോം ഫിനിഷും ഉണ്ട്. അപ്പോൾ വളരെ കോമ്പാക്റ്റ്, വളരെ ചെറിയൊരു ഇയർബഡ്സ് ആണ്. നല്ലൊരു ഡിസൈനാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ ചെവിയിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇയർ ടിപ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇയർ ടിപ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 2 അഡീഷണൽ ഇയർ ടിപ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കംഫർട്ട് ലെവലിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു കംഫർട്ട് ആസ്പെക്റ്റ് ആണ്. കാരണം ഇത് നല്ല രീതിയിൽ ചെവിനകത്ത് കയറി ഇരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ TWSൻ്റെ ബഡ്സും ചേഞ്ച് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫിറ്റിംഗ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ സ്റ്റെമ്മ് ഉണ്ടല്ലേ, വളരെ കോമ്പാക്റ്റ് സ്റ്റെമ്മാണ്, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയ ഒരു സ്റ്റെമ്മാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോഫോൺ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ANC ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതിയത് കാണാം. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ. ഇവിടെ നമുക്ക് നല്ലൊരു മാറ്റ് ഫിനിഷാണ്, കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റിയും ഇതിനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ട്രൂക്കിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബേസ് അത്രയ്ക്കൊരു ബേസ് ഇല്ല, എങ്കിലും ഇതിനകത്ത് ബേസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബേസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. ആ മോഡ് ഇടുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചൊരു ബേസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റർ സൗണ്ട് സിഗ്നേച്ചറാണ്. അത്രയ്ക്ക് ബാലൻസ്ഡ് അല്ല. ഡൈനാമിക് സൗണ്ട് എന്ന് പറഞ്ഞത് വളരെ ഒരു ഫ്ലാറ്റ് സൗണ്ടാണ്. കുറേ കൂടെ ട്രെബിളിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ബേസ് വേണമെന്നുണ്ടെങ്കിൽ ബേസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മാറാവുന്നതാണ്. അത് നമുക്കിവിടെ ടാപ്പ് ആൻഡ് ഹോൾഡ് ലെഫ്റ്റ് ഇയർബഡാണ് ബേസ് ബൂസ്റ്റും എന്താ പറയുക മോഡ്സ് മാറ്റാനുള്ളത്. റൈറ്റിൽ നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും എന്താ പറയുക ട്രാൻസ്പാരൻസി മോഡും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ്, റൈറ്റിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ട്രാൻസ്പാരൻസി മോഡിലേക്ക് പോകും. വീണ്ടും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ആവും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പറയുമെങ്കിലും അത് അത്രയ്ക്കൊരു ഭയങ്കര ഹൈ ഫീച്ചറൊന്നുമല്ല. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് അതിൻ്റേതായ എക്സ്പെക്റ്റേഷനെ വെക്കാൻ പറ്റും. ഒരു ചെറിയ രീതിയിൽ ഡെഫിനറ്റ്ലി നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഒരു പ്രീമിയം ഇയർഫോൺസിൻ്റെ ഒന്നും അത്ര ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ കിട്ടില്ല. എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ANC ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ആവുന്ന ഒരു TWS ആയിട്ട് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി സൗണ്ട് സിഗ്നേച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റേഴ്സ് എനിക്ക് കുഴപ്പമില്ല, ജസ്റ്റേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡബിൾ ടാപ്പ്, സിംഗിൾ ടാപ്പ്, അടുത്ത സോങ്ങിലേക്ക് പോകാൻ, അതേപോലെ ANC എനേബിൾ ചെയ്യാൻ, ANC മ്യൂട്ട് ചെയ്യാൻ, ട്രാൻസ്പാരൻസി മോഡ് പോകാൻ. പിന്നെ നമുക്ക് ഈക്വലൈസർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ബേസിക് ഡൈനാമിക് ഓഡിയോ സൗണ്ട് സിഗ്നേച്ചറാണ്. പിന്നെ നമുക്ക് ബേസ് ബൂസ്റ്റിലേക്ക് വേണമെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു
ഒരു സൗണ്ട് സിഗ്നേച്ചറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, പക്ഷേ ബേസ് മോഡിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് സിഗ്നേച്ചറാണ്. ഡൈനാമിക് മോഡിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്ലാറ്റ് സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് സൗണ്ട് സിഗ്നേച്ചർ. ഇനി ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ അപ് ടു 48 hours നമുക്ക് കിട്ടുന്നുള്ളതാണ് കമ്പനി പറയുന്നത്, കേസ് അടക്കം. അതെനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ഡെഫിനറ്റ്ലി നല്ലൊരു ബാറ്ററി ലൈഫാണ്. ഒരു 40 മണിക്കൂറിൻ്റെ അടുത്ത് 35 to 40 മണിക്കൂറൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടേണ്ടതാണ് സൗണ്ട്. അപ്പോൾ അത് നല്ലൊരു ബാറ്ററി ലൈഫായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ കംഫർട്ടബിൾ ആസ്പെക്റ്റും നല്ലതാണ്, കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതായിരുന്നു ട്രൂക്കിൻ്റെ ഒരു ബഡ്സ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ആംബിയൻ ട്രാൻസ്പാരൻസി മോഡും അതേപോലെ ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷനുമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അതേപോലെ കോഡ് മൈക്രോഫോൺസാണ്, 4 മൈക്രോഫോൺസാണ് എന്നുള്ളത്. പിന്നെ ഇൻസ്റ്റൻറ്റ് പെയറിംഗ് ആട്ടോ, നമുക്ക് എന്താ പറയുക, ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആയിട്ടാണെങ്കിലൊക്കെ പെയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ ജെസ്റ്റർ കൺട്രോളും കുഴപ്പമില്ല. പിന്നെ ഡെഡിക്കേറ്റഡ് ഗെയിം മോഡ് ഉണ്ട്, അതിൽ 50 millisecond അൾട്രാ ലോ ലേറ്റൻസിയാണ് വരുന്നത് ഗെയിമിംഗ് മോഡിൽ എന്നാണ് പറയുന്നത്. എങ്കിലും അതൊരു എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഇതൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ഒരു ഗെയിമിംഗ് മോഡാന്ന് പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്കിത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കാൻ പറ്റില്ല. ഗെയിമിംഗ് മോഡാണെങ്കിലും ഒരു ഡീസൻറ്റ് ലെവലേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. അത്രയ്ക്ക് ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു TWS അല്ല, പക്ഷേ എന്നാൽ ഗെയിമിംഗ് മോഡും ഇൻക്ലൂഡറാണ്. പിന്നെ 10mm ടൈറ്റാനിയം ഡ്രൈവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ല എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ANC കിട്ടുന്നു എന്നുള്ളതാണ്. ANC എഗെയിൻ ഒരു സ്ലൈറ്റ്ലി എബോവ് ആവറേജ് ANC ഉള്ളൂ, ഭയങ്കര ഹൈഫൈ ANC ഒന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് ANC ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് ഓപ്ഷനായിട്ട് ഇതിനെ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ട്രൂക്കിൻ്റെ TWS. ഇത് അവൈലബിൾ ആണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇത് മാർച്ച് 3 വരെ 1299 രൂപയുള്ളൂ. അത് കഴിഞ്ഞാൽ 1499 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ANC ഉള്ള ഒരു TWS നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൂക്കിൻ്റെ ബഡ്സ് A1 ആണ്. ഇത് 1 year വാറൻറ്റിയോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.